നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. LD തമിഴ് ആൻഡ് മലയാളം നോയിങ് പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വർക്കൗട്ട് ആണ്. അപ്പോൾ PSC പബ്ലിഷ് ചെയ്ത പ്രിലിമിനറി എക്സാമിനേഷൻ LD തമിഴ് ആൻഡ് മലയാളം നോയിങ് സിലബസ് നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് എടുത്തിരിക്കുന്ന ചോദ്യപേപ്പർ PSC തമിഴ് ആൻഡ് മലയാളം നോയിങ് പോലെ തന്നെ കന്നഡ ആൻഡ് മലയാളം നോയിങ്ങിന് വേണ്ടിയിട്ട് പരീക്ഷ നടത്തും. ആ പോസ്റ്റിലേക്ക് പരീക്ഷ നടത്തും. ആ ഒരു ചോദ്യപേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലെ 40 ക്വസ്റ്റ്യൻസ് കന്നഡയിലുള്ളതാണ്. ബാക്കി 60 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഈ തമിഴ് ആൻഡ് മലയാളം നോയിങ്ങിന്റെ സെയിം സിലബസ് ആണ്. തമിഴിന് പകരം കന്നഡ എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, പ്രഷർ കുക്കറിൽ പാചകം വേഗത്തിലാകാൻ ഇടയാക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രഷർ കുക്കറിൽ പെട്ടെന്ന് പാചകം ചെയ്യാനാകുന്നത് ഉയർന്ന മർദ്ദം ജലത്തിന്റെ തിളനില ഉയർത്തുന്നതിനാലാണ്. അപ്പോൾ പ്രഷർ കുക്കറിൽ ഉയർന്ന മർദ്ദമാണല്ലോ, ഹൈ പ്രഷർ ആണല്ലോ. അപ്പൊ ജലത്തിന്റെ തിളനില ഉയർത്തുന്നതിനാൽ. ഈ പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില എത്രയാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. 120 ഡിഗ്രി സെൽഷ്യസ്. സാധാരണ 100 ഡിഗ്രി സെൽഷ്യസിലാണ് ജലം തിളയ്ക്കുന്നത്. പ്രഷർ കുക്കറിൽ ഉയർന്ന മർദ്ദമായതുകൊണ്ട് ജലത്തിന്റെ തിളനില ഉയരുന്നു. അപ്പോൾ ഉയർന്ന മർദ്ദം ജലത്തിന്റെ തിളനില ഉയർത്തുന്നതിനാലാണ് പ്രഷർ കുക്കറിൽ പാചകം വേഗത്തിലാകുന്നത്. അടുത്ത ചോദ്യം, നല്ല വെയിലുള്ളപ്പോൾ മണലാരണ്യത്തിലെ യാത്രക്കാർക്ക് അകലെയായി ഇല്ലാത്ത തടാകങ്ങൾ കാണാൻ കഴിയുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താ? മരീചിക. മരീചിക മരുഭൂമിയിൽ കാണുന്നു. കൂടാതെ നല്ല വെയിലുള്ള സമയത്ത് ടാറിട്ട റോഡിലൂടെ നമ്മൾ വണ്ടി പോകുമ്പോൾ അങ്ങ് ദൂരെ വെള്ളം കിടക്കുന്നതായിട്ട് തോന്നും. അതും മരീചിക തന്നെയാണ്. മിറാഷ് ആണ് മരീചിക. അപ്പൊ നല്ല വെയിലുള്ളപ്പോൾ മണലാരണ്യത്തിലെ യാത്രക്കാർക്ക് അകലെയായി ഇല്ലാത്ത തടാകങ്ങൾ കാണാൻ കഴിയുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് മരീചിക. ശബ്ദത്തിന്റെ കേൾവിശക്തി അളക്കുന്നതിനുള്ള ഉപകരണം ഏത്? ഓഡിയോമീറ്റർ ആണ്. ശബ്ദത്തിന്റെ കേൾവിശക്തി അളക്കുന്നതിനുള്ള ഉപകരണം ഏതാ? ഓഡിയോമീറ്റർ. മൂലകത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്ന ആറ്റത്തിലെ കണം ഏതാണ്? പ്രോട്ടോൺ ആണ്. മൂലകത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്ന ആറ്റത്തിലെ കണം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടിയ അളവിൽ കാണുന്ന മൂലകം ഏത്? ഭൂവൽക്കത്തിൽ ഓക്സിജൻ ആണ് ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത്. പല്ലിലെ ഏതു ഭാഗത്താണ് രക്തക്കുഴലുകളും നാഡികളും കാണപ്പെടുന്നത്? പൾപ്പ് ക്യാവിറ്റിയിലാണ് രക്തക്കുഴലുകളും നാഡികളും കാണപ്പെടുന്നത്. അപ്പൊ പല്ലിലെ ഏതു ഭാഗത്താണ് രക്തക്കുഴലുകളും നാഡികളും കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ പൾപ്പ് ക്യാവിറ്റിയിലാണ്. ആയുർവേദത്തിൽ വിഷൂജിക എന്നറിയപ്പെടുന്ന രോഗം കോളറയാണ്. കോളറ. ഗോളര സന്ധി അഥവാ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് കാണപ്പെടുന്നത് എവിടെ? മിക്ക ചോദ്യങ്ങളും SCRT തന്നെയാണ് വന്നേക്കുന്നത്. തോളലിലാണ് ഗോളര സന്ധി അഥവാ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് കാണപ്പെടുന്നത്. ശരീരത്തിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്നത് WBC ആണ്. ശ്വേതരക്താണുക്കൾ. ചാരനിറത്തോടു കൂടിയ മസ്തിഷ്കത്തിന്റെ ഉപരിതല ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഗ്രേ മാറ്റർ. ചാരനിറത്തോടു കൂടിയ മസ്തിഷ്കത്തിന്റെ ഉപരിതല ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഗ്രേ മാറ്റർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം, സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ 1907 അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനം ഏത്? സാധുജന പരിപാലന സംഘമാണ്. ഉത്തേജനം എന്ന പദ്യകൃതിയുടെ കർത്താവ് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ഉത്തേജനം എന്ന പദ്യകൃതിയുടെ കർത്താവ് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. INA-യുടെ വനിതാ റെജിമെന്റിനെ നയിച്ചത് ആര്? ഡോക്ടർ ലക്ഷ്മി സൈഗാൾ ആണ് INA-യുടെ വനിതാ റെജിമെന്റിനെ നയിച്ചത്. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC 2024 സെക്കൻഡ് ബാച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ലാസ്സുകളൊക്കെ നടന്നു വരികയാണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ നല്ല രീതിയിൽ സ്റ്റഡി പ്ലാനോട് കൂടിയാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. ഞാനാണ് എല്ലാ സബ്ജക്റ്റും എടുക്കുന്നത്. എല്ലാ സബ്ജക്റ്റും നമ്മുടെ സിലബസ് ഫുൾ കവർ ചെയ്തിട്ടാണ്
ക്ലാസ് എടുക്കുന്നത്. സിലബസ് കവറേജ് മാത്രമല്ല, അതിന്റെ ഒപ്പം SCERT പോർഷൻസും കൂടിയാണ് പഠിച്ചു പോകുന്നത്. SCERT വേറെയായിട്ടല്ല, ഈ ഓരോ പോർഷൻ എടുക്കുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട SCERT പാഠഭാഗം അപ്പം പഠിച്ചാണ് പോകുന്നത്. വീക്ക്ലി റിവിഷൻ എക്സാം ഉണ്ട്, ടോപ്പിക് വൈസ് എക്സാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, എത്രയും വേഗം കോഴ്സിന് ജോയിൻ ചെയ്തോളാം. ഒട്ടും സമയം കളയരുത്. LDCയുടെ നോട്ടിഫിക്കേഷനൊക്കെ വരാറായി. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരിക്കരുത്, അതിന് മുന്നേ പഠിച്ചെല്ലാം സെറ്റ് ആയിട്ടിരിക്കണം. ഇപ്പോഴേ തുടങ്ങിയാലേ പഠിച്ച് തീർത്ത് 1-2 വട്ടം സിലബസിലൂടെ ഫുള്ളായിട്ട് റിവിഷൻ അടിച്ച് വരാൻ വേണ്ടി പറ്റത്തുള്ളൂ. നിങ്ങളുടെ സമയം തന്നെയാണ് കളയുന്നത്. അപ്പോൾ സമയം കളയാതെ എത്രയും വേഗം തന്നെ, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇത്രത്തോളം വേക്കൻസിയാണ് LDCക്ക് വരുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഏറ്റവും കൂടുതൽ PSC വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പോസ്റ്റാണ് LDC. അപ്പോൾ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, ജോലി വാങ്ങുക. ഓക്കെ, അടുത്ത ചോദ്യം. ബ്രിട്ടീഷുകാർക്കെതിരെ 1855-56 കാലഘട്ടത്തിൽ സാന്താൾ കലാപം നടന്നത് എവിടെ? സാന്താൾ കലാപം നടന്നത് ഛോട്ടാ നാഗ്പൂർ, രാജ്മഹൽ കുന്നുകൾ, ജാർഖണ്ഡ്. ഇതിന്റെ നേതാക്കൾ ആരൊക്കെയാ? സിദ്ധുവും കാൻഹുവുമാണ് സാന്താൾ കലാപത്തിന്റെ നേതാക്കൾ. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമാധി സ്ഥലം, വിജയ്ഘട്ട് ആണ്. വിജയ്ഘട്ട്. മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര്? മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അബുൾ കലാം ആസാദ്. മൗലാന അബുൾ കലാം ആസാദ് ആണ് മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പ്രദേശം ഏതാണ്? ലഡാക്ക് ആണ് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പ്രദേശം. 1955 ഭിലായി സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിതമായത്? സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയന്റെ സാങ്കേതിക സഹായത്തോടെ 1955 ഭിലായി സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിതമായത് എവിടെ? ഛത്തീസ്ഗഡിലാണ്. RBC എന്നോർത്താൽ മതി. RBC, റഷ്യയുടെ സഹായത്തോടെ ഭിലായി, ഛത്തീസ്ഗഡ്. പിന്നെ റഷ്യയുടെ സഹായത്തോടെ മറ്റൊരെണ്ണം ഉണ്ടല്ലോ, RBOJ എന്നോർത്താൽ മതി. ബൊക്കാറോ എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ഒരു പ്രധാന ഖാരിഫ് വിള, ചുവടെ തന്നിരിക്കുന്നതിൽ പ്രധാന ഖാരിഫ് വിള നെല്ല്. ഇന്ത്യയിൽ ദൂരദർശൻ കളർ സംരക്ഷണം ആരംഭിച്ച വർഷം ഏതാണ്? 1982 ഇന്ത്യയിൽ ദൂരദർശൻ കളർ സംരക്ഷണം ആരംഭിച്ചത്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. പൈതൃകം എന്നെങ്ങനെ എഴുതുന്നത്? ഓപ്ഷൻ A ആണ്, പൈതൃകം. ശരിയായ വാക്യം ഏത്? ഇവിടെ ശരിയായിട്ടുള്ള വാക്യം ദിവസവും രാവിലെ വ്യായാമം ചെയ്യണം എന്നതാണ്. അപ്പൊ ദിവസവും രാവിലെ വ്യായാമം ചെയ്യണം എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള യൂസേജ്. കമ്പാഷൻ എന്ന പദത്തിന്റെ മലയാള പരിഭാഷ തിരഞ്ഞെടുക്കുക. അനുകമ്പ എന്നതാണ് കോംപാഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനുകമ്പ. ഒറ്റപ്പദം ആക്കുക. പ്രമാണം സംബന്ധിച്ചത്. പ്രാമാണികം. പ്രാമാണികം ആണ്. താഴെ പറയുന്നവയിൽ കുതിരയുടെ പര്യായമല്ലാത്തത് ഏതാ? കുതിരയുടെ പര്യായമല്ലാത്തത് പിക്കം ആണ്. പിക്കം എന്നാൽ കുയിൽ എന്നാണ് അർത്ഥം. സഫലം വിപരീത പദം ഏത്? സഫലം. വിഫലം ആണ് ഓപ്പോസിറ്റ്. ആവശ്യം കഴിഞ്ഞാൽ അവഗണിക്കുക എന്നർത്ഥം വരുന്ന ശൈലി. ആവശ്യം കഴിഞ്ഞാൽ അവഗണിക്കുക. കറിവേപ്പില പോലെ. അഖം എന്ന പദത്തിന്റെ അർത്ഥം വരുന്നത് അഖം എന്നാൽ പാപം. ആ അധികം കാലം ചേർത്തെഴുതിയാൽ എങ്ങനെയാ? ആ അധികം കാലം അക്കാലം. കാ ഇരട്ടിച്ചു. സമ്പാദകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം സമ്പാദകൻ, സമ്പാദിക. മിടുക്കൻ ഏത് ബഹുവചന രൂപമാണ്? മിടുക്കൻ എന്നത് ബഹുവചനം അല്ലല്ലോ, ഏകവചനമല്ലേ. അപ്പൊ ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തു. മിടുക്കൻ ഏകവചനമാണ്, ബഹുവചനമല്ല. അടുത്തത്. എന്തൊരത്ഭുതം പിരിച്ചെഴുതിയാൽ എങ്ങനെയാ വരുന്നത്? എന്ത് അധികം ഒരത്ഭുതം. എന്ത് അധികം ഒരത്ഭുതമാണ് എന്തൊരത്ഭുതം. വേദോപനിഷത്തുകൾ സമാസം ഏതാ? വേദോപനിഷത്തുകൾ ദ്വന്ദ്വ സമാസം. വേദത്തിനും ഉപനിഷത്തിനും തുല്യ പ്രാധാന്യമാണ് ദ്വന്ദ്വ സമാസം. ശരിയായ പദം ഏത്? ഇവിടെ ശരിയായിട്ടുള്ള പദം ജഗത്രയം. 2 തായുണ്ട്. ജഗത്രയം. മനുഷ്യന് ഒരു ആമുഖം ആരുടെ നോവലാണ്? മനുഷ്യന് ഒരു ആമുഖം സുഭാഷ് ചന്ദ്രന്റെ നോവലാണ്. താഴെ പറയുന്നവയിൽ കഥകളിക്ക് ഉപയോഗിക്കാത്ത വാദ്യം ഏതാ? കഥകളിക്ക് ഉപയോഗിക്കാത്ത വാദ്യം ഗഞ്ചിറയാണ്. ചെണ്ട, ശുദ്ധമദളം, ഇലത്താളം എല്ലാം കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ്.
ഇറങ്ങി അധികം പോയി, ഇറങ്ങിപ്പോയി. ഏത് സന്ധിയാ? ഇവിടെ പായ്ക്ക് ഇരട്ടിപ്പല്ലേ സംഭവിച്ചത്. അപ്പൊ ഇരട്ടിപ്പ് സംഭവിച്ചാൽ ദ്വിത്വസന്ധിയാണ്, ദ്വിത്വസന്ധി. പേന കൊണ്ട് എഴുതി. ഈ വാക്യത്തിലെ കൊണ്ട് ഏതിലാ പെടുന്നത്? കൊണ്ട് എന്നാൽ ഗതിയാണ്, ഗതി. AR രാജരാജവർമ്മയുടെ വിയോഗത്തിൽ മനംനൊന്ത് കുമാരനാശാൻ എഴുതിയ കൃതി ഏതാണ്? പ്രരോദനമാണ്, പ്രരോദനം. MT വാസുദേവൻ നായരുടെ രണ്ടാം ഊഴത്തിലെ കേന്ദ്ര കഥാപാത്രം ആര്? രണ്ടാം ഊഴത്തിലെ കേന്ദ്ര കഥാപാത്രം ഭീമനാണ്, ഭീമൻ. If he work hard, he dash in the exam. ഏതാണ്? will pass. അപ്പോൾ ഇഫില് പ്രസന്റ് ഫോം V1 അല്ലെങ്കിൽ ഡു ഓർ ഡസ് അല്ലെങ്കിൽ ഈസ്, ആം, ആർ ഒക്കെ വരികയാണെങ്കിൽ, പ്രസന്റ് ടെൻസ് വരികയാണെങ്കിൽ മെയിൻ ക്ലോസിൽ എന്ത് വരണം? വിൽ പ്ലസ് V1 അല്ലെങ്കിൽ ക്യാൻ പ്ലസ് V1 അല്ലെങ്കിൽ മേ പ്ലസ് V1 അല്ലെങ്കിൽ ഷാൽ പ്ലസ് V1 ആണ് വരേണ്ടത്. വിൽ പ്ലസ് V1, ഷാൽ പ്ലസ് V1, ക്യാൻ പ്ലസ് V1, മേ പ്ലസ് V1. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വിൽ പ്ലസ് V1 വിൽ പാസ്. Are you looking for dash shampoo? Are you looking for the shampoo? The particular shampoo. അതാണ് the, definite ആണ്, definite article ആണ്, the shampoo. The cake taste dash. The cake taste delicious. അപ്പൊ ഇവിടെ adverb ആണ്. ടേസ്റ്റിനെ എന്താ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് delicious യൂസ് ചെയ്തു. Let us go for a walk. Let us start ചെയ്താൽ ക്വസ്റ്റ്യൻ ടാഗ് ഏതാ വരുന്നത്? shall we ആണ്, shall we. Let us start ചെയ്താൽ ക്വസ്റ്റ്യൻ ടാഗ് shall be. The leader as well as his brothers dash to the same tribe. As well as ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബ് എഴുതാൻ. ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ്, പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബ്. ഇവിടെ ആദ്യത്തെ സബ്ജക്റ്റ് ഏതാ? ദ ലീഡർ. സിംഗുലർ ആണല്ലോ, അപ്പൊ സിംഗുലർ വെർബ് ഏതാ? ബിലോങ്സ്, ബിലോങ്സ്. എസ് ഓർ ഇ എസ് വരുമ്പോഴാണ് സിംഗുലർ, എസ് ഓർ ഇ എസ് ഇല്ലെങ്കിൽ പ്ലൂറൽ ആണ്. ഓക്കെ. പിക്ക് ഔട്ട് ദ correct reported speech for the following indirect speech. Teacher asked, who is talking in the class? ഇതിനെ റിപ്പോർട്ട് ചെയ്യണം. എങ്ങനെ ചെയ്യാം? ടീച്ചർ ആസ്ഡ്, ടീച്ചർ ചോദിച്ച കാര്യമാണ്. ഹു ഈസ് ടോക്കിംഗ് ഇൻ ദ ക്ലാസ്. അപ്പൊ ടീച്ചർ ആസ്ഡ് എന്ന് തന്നെയാണ് വരാനുള്ളത്. ഇവിടെ ഇന്ററോഗേറ്റീവ് സെന്റൻസ് അല്ലേ, നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ കണക്റ്റീവ് വേർഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വേർഡ് തന്നെ എടുക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ്? ഹു, ഹു തന്നെ എടുത്തു. ഇനി ഈസ് എന്തായിട്ട് മാറും? പാസ്റ്റ് ആയിട്ട് മാറും. ഈസ് വാസ് ആയിട്ട് മാറും. അങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ എ ആണ് ഉത്തരം ഒന്ന് കിട്ടിക്കഴിഞ്ഞു. ബാക്കിയൊക്കെ വിൽ ബി, പിന്നെ ഇവിടെ ഒന്നുമില്ല, ടോക്കിങ്ങിനേ ഉള്ളൂ. പിന്നെ ഹാഡ് ബീൻ. അപ്പോൾ വാസ് വരുന്നതാണ് ഉത്തരം, ഓപ്ഷൻ എ. ഈസ് വാസ് ആയിട്ട് മാറിയത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഉത്തരം വരുന്നത് ടീച്ചർ ആസ്ക്ഡ് ഹു വാസ് ടോക്കിംഗ് ഇൻ ദ ക്ലാസ്. At the write the meaning of the idiomatic expression underlined. He got home from the party all in one piece. All in one piece എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സേഫ്ലി എന്നാണ്. He got home from the party safely. Safely എന്നാണ് അർത്ഥമാക്കുന്നത്. The boy asked a difficult question. പാസീവ് വോയിസിലേക്ക് ആക്കാനാണ്. അപ്പോൾ നമുക്ക് ആക്കാനുള്ള സെന്റൻസ് ദ ബോയ് ആസ്ഡ് എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. ആസ്ഡ്, ആസ്ഡ് എന്നാൽ V2, സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ പാസീവ് ഫോമിലേക്ക് ആക്കുമ്പോൾ എങ്ങനെയാണ് ഫോർമാറ്റ്? വാസ് ഓർ വെയർ പ്ലസ് V3 ആണ് വരേണ്ടത്. വാസ് ഓർ വെയർ പ്ലസ് V3. പാസീവ് വോയിസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ളത് ഏതിനാണ്? ഒബ്ജക്റ്റിനാണ്. ഒബ്ജക്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ അത് സബ്ജക്റ്റ് ആയിട്ട് മാറും, എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. ഇനി വാസ് ഓർ വെയർ അല്ലേ ചേർക്കേണ്ടത്? വാസ് ആണോ വെയർ ആണോ? എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എന്നത് സിംഗുലർ അല്ലേ, ഒരു ബുദ്ധിമുട്ടുള്ള ചോദ്യം. അപ്പോൾ സിംഗുലർ ആയതുകൊണ്ട് വാസ്, വാസ് ആസ്ഡ്. വാസ് ഓർ വെയർ ആയതുകൊണ്ട് ഈ രണ്ട് ഓപ്ഷനും നമ്മൾ സോർട്ട് ചെയ്തെടുത്തു. ഈസ് ആസ്ഡും ആർ ആസ്ഡും ഡിലീറ്റ് ചെയ്ത് വിട്ടു. അപ്പോൾ വെയർ ആസ്ഡ് ആണോ വാസ് ആസ്ഡ് ആണോ? അതിന് എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ നോക്കുക. അത് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വാസ് ആണ് ചേർക്കേണ്ടത്. അടുത്ത ചോദ്യം, യു ഡാഷ് ബി കിഡിങ്. ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? യു മസ്റ്റ് ബി കിഡിങ്. ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? നിങ്ങൾ കളി പറയുന്നതായിരിക്കും. അതെങ്ങനെ നടക്കും? അതെങ്ങനെ പോസിബിൾ ആകും? മൈ വെഡിങ് റിംഗ് ഈസ് എ ബിറ്റ് ഡാഷ്. ഐ നീഡ് ടു ഗെറ്റ് ഓൾട്ടേർഡ്. മൈ വെഡിങ് റിംഗ് ഈസ് എ ബിറ്റ് ലൂസ്. അയഞ്ഞു കിടക്കുന്നതാണ് എന്നുള്ള മീനിങ് ആണ് ലൂസ്. അടുത്ത ചോദ്യം, ചൂസ് ദ ആന്റോണിം സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻഡ് വേർഡ്. ദ സ്പീക്കർ വാസ് അൺഏബിൾ ടു പാസിഫൈ ദ ക്രൗഡ്. പാസിഫൈ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സൈറ്റ് ആണ്, എക്സൈറ്റ്. എക്സ് ഒഫീഷ്യോ മീൻസ്, എക്സ് ഒഫീഷ്യോ എന്നാൽ ഔട്ട് ഓഫ് ഡ്യൂട്ടി എന്നാണ് അർത്ഥം. A person who deliberately set fire to a building.
ഇതിന്റെ വൺ വേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. എ പേഴ്സൺ ഹു ഡെലിബറേറ്റ്ലി സെറ്റ് ഫയർ ടു എ ബിൽഡിംഗ് ഈസ് നോൺ ആസ് ആർസോണിസ്റ്റ്. വുഡ് യു ഡാഷ് ഗോ ഷോപ്പിംഗ് ഡാഷ് സ്പെൻഡ് അറ്റ് ദ ബീച്ച്? ഉത്തരം റാദർ ഓർ. വുഡ് യു റാദർ ഗോ ഷോപ്പിംഗ് ഓർ സ്പെൻഡ് അറ്റ് ദ ബീച്ച്? ചൂസ് ദ കറക്റ്റ് കമ്പാരിസൺ. ഇവിടെ കമ്പാരിറ്റീവ് ഡിഗ്രി കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. ജോൺ ഈസ് വൈസർ ദാൻ ഓൾ അതർ മെൻ. ഓൾ അതർ വരുമ്പോ എന്താണ് കമ്പാരേറ്റീവ് ഫോം ആണ് ചേർക്കേണ്ടത്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പോസിറ്റീവ് ഡിഗ്രി, കമ്പാരറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഓൾ അതർ മെൻ കമ്പാരേറ്റീവ് ഫോം വൈസർ ദാൻ. ചൂസ് ദ കറക്റ്റ് ഫ്രേസൽ വേർബ്. വി പേ ₹10,000 ഡെപ്പോസിറ്റ്. ഏതാ? പുട്ട് ഡൗൺ. പുട്ട് ഡൗൺ ആണ് ഇവിടെ വരുന്നത്. എന്തിന്റെങ്കിലും വിലയുടെ ഒരു ഭാഗം അടയ്ക്കൽ. അപ്പോൾ പുട്ട് ഡൗൺ ചേർക്കാറുണ്ട്. പുട്ട് ഡൗൺ. ഓക്കെ. എഡ്വേർഡ് 8 ഡാഷ് ദ ത്രോൺ ഓഫ് ദ യുണൈറ്റഡ് കിങ്ഡം. ഉത്തരം എന്താ? അബ്ഡിഗേറ്റ്. അബ്ഡിക്കേറ്റ്. സ്ഥാനത്യാഗം ചെയ്യുക എന്ന മീനിങ് ആണ്. സ്ഥാനത്യാഗം ചെയ്യുക, അതായത് റിസൈൻ ചെയ്യുക എന്ന മീനിങ് ആണ് അബ്ഡിക്കേറ്റ്. വിച്ച് സെന്റൻസ് ഈസ് കറക്റ്റ്? ഇവിടെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഡി ആണ്. അലക്സ് ഹിറ്റ് ദ ബേസ്ബോൾ ഓവർ ദ ഫെൻസ് ആണ്. ഓവർ ദ ഫെൻസ്. ചൂസ് ദ കറക്റ്റ് പ്ലൂറൽ ഫോർ ദ വേർഡ് ചോയ്സ്. ചോയ്സിന്റെ കറക്റ്റ് പ്ലൂറൽ ചോയ്സസ് ആണ്. ചോയ്സസ്. ചേഞ്ച് ദ ഫോളോയിങ് അസർട്ടീവ് സെന്റൻസ് ഇൻടു ആൻ ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അതിനെ ക്വസ്റ്റ്യൻ ആക്കാനാ പറഞ്ഞേക്കുന്നത്. ദാറ്റ് പൈ ക്യാൻ ഫീഡ് 8 പീപ്പിൾ. ഇവിടെ ദാറ്റ് പൈ ക്യാൻ എന്നുള്ള ഓക്സിലറി വെർബ് ഉണ്ടല്ലോ. അപ്പോൾ ഓക്സിലറി വെർബിൽ സ്റ്റാർട്ട് ചെയ്യണം. ഓക്സിലറി വെർബിലാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരണം. അപ്പോൾ സബ്ജക്റ്റ് ഏതാ? ദാറ്റ് പൈ വരുന്ന ഒറ്റൊരു ഓപ്ഷനിലേ ഉള്ളൂ, സി. ക്യാൻ ദാറ്റ് പൈ ഫീഡ് 8 പീപ്പിൾ. ആദ്യം ഓക്സിലറി വെർബിൽ സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ സബ്ജക്റ്റ് എടുക്കുക, വെർബ് എടുക്കുക, റെസ്റ്റ് പാർട്ട് ഓഫ് ദ സെന്റൻസ്. ഓക്കെ, ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇംഗ്ലീഷും മലയാളവും ഒക്കെ നമ്മുടെ സിലബസിലെ നല്ലൊരു പാർട്ട് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കിയിട്ട് പോവുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.